നമ്മൾ ഇത്രയും കാലം ആൻജിയോസ്പേമിൽ, അതായത് ഫ്ലവറിങ് പ്ലാന്റ്സിലുള്ള കുറച്ച് ഫാമിലീസിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി കുറച്ച് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ നമുക്ക് പരിചയപ്പെടാം. ഇത് നിങ്ങളുടെ 3rd മൊഡ്യൂളാണ്, എക്കണോമിക് ബോട്ടണി. ഇതിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് സിറിയൽസ് ആൻഡ് മില്ലറ്റ്സിലുള്ള കുറച്ച് പ്ലാന്റ്സിനെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് പാഡി. പാഡി എന്ന് പറയുന്നത് നെല്ല്. നമുക്കൊക്കെ വളരെയധികം അറിയുന്നതാണ്, നമ്മൾ നെൽകൃഷി കാണുന്നതാണ്. അതുപോലെ നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ബൈനോമിയലാണ് ഒറൈസ സെറ്റൈവ എൽ. ദെൻ ഫാമിലി പൊയേസിയെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടേ ഉള്ളൂ. അതുപോലെ മോർഫോളജി ഓഫ് ദി യൂസ്ഫുൾ പാർട്ട്, നമ്മൾ എൻഡോസ്പേം ആണ് യൂസ് ചെയ്യുന്ന പാർട്ട്. ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് പ്രാക്ടിക്കലിനും അതുപോലെ തിയറിക്കും ചോദിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് ഇങ്ങനെ എന്തെങ്കിലും പാഡിയോ അല്ലെങ്കിൽ ഗോതമ്പോ കൊടുക്കും, അതിൻ്റെ ബൈനോമിയൽ അതുപോലെ മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ടൊക്കെ എഴുതാനുണ്ടാവും. പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണിത്. ഇനി പാഡിയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. അത് നമുക്കറിയാം, പാഡി എക്സ്റ്റെൻസീവായിട്ട് പല കൺട്രീസിലും കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഇന്ത്യ, ശ്രീലങ്ക, ചൈന, ജപ്പാൻ, ഫിലിപ്പീൻസ്, തായ്ലൻഡ് ഇവിടൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം, കേരളം, തമിഴ്നാടു, കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ആസാം, വെസ്റ്റ് ബംഗാൾ ഇവിടെയൊക്കെ പാഡി കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ആർ റിച്ച് ഇൻ സ്റ്റാർച്ച് പ്രസൻ്റ് ആണ്, റിച്ച് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ കണ്ടെയ്ൻ ഫാറ്റ്സ്, മിനറൽസ് ആൻഡ് വൈറ്റമിൻസ്. ഇനി യൂസസ് നമുക്കറിയുന്നതാണ്. പാഡിയുടെ യൂസസ് ഒന്ന് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇഡ്ഡലി, ദോശ ഇതുപോലെയുള്ള ഡിഷസ് ഉണ്ടാക്കാൻ വേണ്ടിയും പാഡി യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ആൽക്കഹോളിക് ബീവറേജസ് ഉണ്ടാക്കാൻ വേണ്ടി പാഡിയിൽ നിന്ന് ഫെർമെൻറ്റ് ചെയ്തിട്ട് ആൽക്കഹോൾസ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലും അഡ്ഹസീവ്, ഒരു ടെക്സ്റ്ററിനൊക്കെ പോലെ പശയൊക്കെ പോലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലും യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ റൈസ് ഫ്ലോർ ഈസ് കൺവെൻഷണലി യൂസ്ഡ് ഇൻ ഐസ്ക്രീംസ്, പുഡിങ്സ് ആൻഡ് പാസ്ട്രി. അതുപോലെ പാഡി ഹസ്ക്, അവയുടെ നാര് ഹാർഡ് ബോർഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ബ്രാൻ എന്ന് പറയുന്നത് തവിടിനെയാണ്. തവിട് കാറ്റിലിന് ഫീഡ് ചെയ്യാൻ വേണ്ടി ഫോഡറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ സോഴ്സ് ഓഫ് എഡിബിൾ ഫാറ്റി ആസിഡ്. ബ്രാൻ ഓയിൽ, അതായത് തവിടെണ്ണ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ദെൻ പാഡി സ്ട്രോ, അതായത് വൈക്കോല് ഫോഡറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, കാറ്റിൽസിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹാർഡ് ബോർഡ്സ്, ഹാറ്റ്സ്, മാറ്റ്സ്, സാക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൈക്കോല് യൂസ് ചെയ്യാം. അടുത്ത പ്ലാന്റ് പഠിക്കാനുള്ളത് വീറ്റാണ്. വീറ്റ് എന്ന് പറയുന്നത് ഗോതമ്പിനെയാണ്. അതിൻ്റെ ബൈനോമിയലാണ് ട്രിറ്റിക്കം സ്പീഷീസ്. ഒത്തിരി സ്പീഷീസ് ഇതിൽ വരുന്നുണ്ട്. ഫാമിലിയാണ് പൊയേസിയെ. ദെൻ മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട്, അഗെയിൻ എൻഡോസ്പേം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ പ്രീ ഹിസ്റ്റോറിക് ടൈംസ്, അതായത് പണ്ട് കാലം മുതലേ ഈ ക്രോപ്പ് ആൾക്കാർ ഫുഡ് ക്രോപ്പായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഇന്ത്യയിൽ വൺ ഓഫ് ദി മേജർ വീറ്റ് ഗ്രോവിങ് കൺട്രിയാണ് ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ അതുപോലെ മഹാരാഷ്ട്രയിലൊക്കെ വീറ്റ് ഗ്രോ ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് വീറ്റിലുള്ള ഗോതമ്പിൻ്റെ കുറച്ച് സ്പീഷീസാണ് പറയുന്നത്. 8 അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ട്രിറ്റിക്കം വൾഗാരെ, അതാണ് കോമൺ വീറ്റ്. അതുപോലെ എക്കോൺ വീറ്റ്, എമ്മർ വീറ്റ്, സ്പെൽറ്റ വീറ്റ്, പോളിഷ് വീറ്റ്, പോളാർഡ് വീറ്റ്, ക്ലബ് വീറ്റ്, ഡൂറം വീറ്റ് ഇതിൻ്റെ ഒക്കെ ബൈനോമിയൽസ് കൊടുത്തിട്ടുണ്ട്. ദെൻ യൂസസ്, ഗോതമ്പിൻ്റെ യൂസ് നമുക്കൊക്കെ അറിയുന്നത് തന്നെയാണ്, ജസ്റ്റ് ഒന്ന് പറയാണ്. നമുക്കറിയാം, ബ്രെഡ്, പാസ്ട്രീസ് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇന്ത്യയിൽ ഗോതമ്പ്, അതായത് വീറ്റ് പൗഡർ ചെയ്തിട്ടാണ് ആട്ട, അതുപോലെ സൂചി, റവക്കാണ് സൂചി എന്ന് പറയുന്നത്, അതുപോലെ മൈദ, ഈ 3 ഗോതമ്പ് പൊടിച്ചുണ്ടാക്കുന്നതാണ്. ദെൻ ആട്ട, നമുക്കറിയാം ആട്ടനെ കൊണ്ട് ചപ്പാത്തി, ബ്രെഡ്, പൂരി ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ മൈദനെ കൊണ്ടാണ് ബിസ്ക്കറ്റ്, കേക്ക്, പേസ്ട്രീസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ദെൻ വീറ്റും ആൽക്കഹോളിക് ബീവറേജസ്, ബിയർ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്.
ദെൻ വീറ്റ് സ്ട്രോ, അതായത് അവരുടെ വൈക്കോല് കാറ്റിൽസിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ പാക്കേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധനം പാക്ക് ചെയ്യുമ്പോൾ ഒക്കെ വൈക്കോലിടും, അതിന് പാക്കേജിങ്ങിനും യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ വീറ്റ് സ്റ്റാർച്ച് ഈസ് ഓൾസോ എംപ്ലോയ്ഡ് ഫോർ ദി സൈസിങ് ഓഫ് ടെക്സ്റ്റൈൽ ഫാബ്രിക്സ്. അടുത്തത് പഠിക്കാൻ പോകുന്നത് പൾസസ് ആണ്. ധാന്യങ്ങളെ കുറിച്ചാണ് അടുത്തത് പഠിക്കുന്നത്. പൾസസിൽ ഫസ്റ്റ് ബ്ലാക്ക് ഗ്രാം ആണ് പറയുന്നത്. ഉഴുന്നിനാണ് ബ്ലാക്ക് ഗ്രാം എന്ന് പറയുന്നത്. ബൈനോമിൽ വിഗ്ന മംഗോ ആൻഡ് സബ് ഫാമിലി ഫബേസിയെ. നമ്മൾ ഫബേസിയെ ഫാമിലി പറയുമ്പോൾ അതിൽ പറഞ്ഞതാണ്, ഫബേസിയയിലെ തന്നെ പാപ്പിലോണിയസിയിൽ പറഞ്ഞതാണ്. ദെൻ മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട്, സീഡ്, ഇവയുടെ സീഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ബ്ലാക്ക് ഗ്രാം ഈസ് കോമൺ പൾസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും എസ്പെഷ്യലി മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് ഇവിടെയൊക്കെയാണ് ഈ ഉഴുന്ന് ഉണ്ടാക്കുന്നത്. ദെൻ ആഫ്രിക്കയിലും യൂറോപ്പിലും ഒക്കെ ഈ ഒരു പ്ലാന്റ് ഗ്രോ ചെയ്യുന്നുണ്ട്. ഇനി ഇവയുടെ യൂസസ് നമുക്കറിയാം. ഈ ഉഴുന്ന് ബോയിൽ ചെയ്തിട്ട് ദാല്, അതായത് ദാൽ കറികളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ the flour or paste from them is widely used for the preparation of dosha, idli, പപ്പടം. നമുക്കറിയാം ഉഴുന്നും അരിയും കൂടി അരച്ചിട്ടാണ് ഇഡ്ലി, ദോശ ഇതിനൊക്കെയുള്ള മാവ് ഉണ്ടാക്കുന്നത്. Then it is highly nutritious and also can be used in many Ayurvedic medicines. Then its extract is immunostimulatory, അതായത് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതാണ് ഉഴുന്ന്. അടുത്ത പൾസസിൽ പഠിക്കാനുള്ളത് ഗ്രീൻ ഗ്രാം ആണ്, അതായത് ചെറുപയർ. നമ്മളൊക്കെ വീട്ടിൽ യൂസ് ചെയ്യുന്നതാണ് ചെറുപയർ. അതിൻ്റെ ബൈനോമിയൽ നെയിമാണ് വിഗ്ന റേഡിയേറ്റ. ദെൻ സബ് ഫാമിലി ഫബേസിയയിൽ വരുന്നതാണ്. ദെൻ മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട്, പോഡ്, അവരുടെ ആ ഒരു പോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പയറിൻ്റെ. ഓക്കെ, ഇനി ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ പണ്ട് കാലം മുതലേ ഗ്രീൻ ഗ്രാം കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ്. ദെൻ ഇറ്റ് ഈസ് ബിലീവ് ടു ബി ഇൻഡിജീനിയസ് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിലാണ് അത് ആദ്യമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഒറീസ, തമിഴ്നാടു, ബീഹാർ, മധ്യപ്രദേശ്, അതുപോലെ ഉത്തർപ്രദേശ്, ഈ സ്റ്റേറ്റ്സിലൊക്കെയാണ്. ഇനി ഇവയുടെ യൂസസ് നമുക്കെല്ലാം അറിയാം. ദ ഗ്രീൻ പോഡ്സ് ആർ യൂസ്ഡ് ആസ് വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സീഡ്സ് ആസ് പൾസ് ആൻഡ് സ്ട്രോ ആൻഡ് ഹാസ് ഫോഡർ ഫോർ കാറ്റിൽസ് ആൻഡ് ഹോസസ്, അതായത് അവരുടെ സീഡ് നമ്മൾ പൾസായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അവരുടെ വൈക്കോല് നമ്മൾ കാറ്റിൽസിനൊക്കെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ അൺലൈക്ക് അതർ പൾസസ് ഇറ്റ് ഈസ് സെഡ് ടു ബി ഈസിലി ഡൈജസ്റ്റബിൾ വിത്തൗട്ട് പ്രൊഡ്യൂസിങ് ഹെവിനെസ് ഓർ ഫ്ലാറ്റുലൻസ്. ദെൻ നമുക്കറിയാം സീഡ്സ് ആർ ഈറ്റൻ whole, parched, salted, germinated with sugar or boiled with condiments. നമുക്കറിയാം പയറ് മുളപ്പിച്ചിട്ട് നമ്മൾ പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കുന്നതാണ്, അതുപോലെ ഉപ്പിട്ട്, അങ്ങനെ പല ആൾക്കാർ പല രീതിയിൽ ഇത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ദെൻ ഗ്രീൻ ഗ്രാം റാങ്ക്സ് ഹൈ എമംഗ് ദി പൾസ് ക്രോപ്സ് ഓഫ് ഇന്ത്യ. ദെൻ പ്രോട്ടീൻ റിച്ച് ആണ് ആൻഡ് കുക്ക്ഡ് സീഡ്സ് ആൻഡ് ദാൽ ഫോം എ വാല്യുബിൾ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് എ കൺസിഡറബിൾ നമ്പർ ഓഫ് പീപ്പിൾസ് ഇൻ ദി കൺട്രി. അടുത്തത് ഓയിൽ ഈൽഡിങ് പ്ലാന്റ്സ്. നമുക്ക് ഓയിൽ കിട്ടുന്ന പ്ലാന്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ ഒരൊറ്റ പ്ലാന്റിനെ കുറിച്ച് നമുക്ക് പഠിക്കുന്നുള്ളൂ, കോക്കനട്ട്. നമുക്കറിയാം തെങ്ങ് നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ബൈനോമിയൽ, കോക്കനട്ടിൻ്റെ ബൈനോമിയലാണ് കോക്കോസ് ന്യൂസിഫറ. ഫാമിലി അരിക്കേസിയെ. ദെൻ മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് എൻഡോസ്പേം ആണ്. നമ്മളുടെ തേങ്ങയുടെ ആ വൈറ്റ് കളേർഡാണ് എൻഡോസ്പേം എന്ന് പറയുന്നത്, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ നമുക്കറിയാം ട്രോപ്പിക്കൽ കൺട്രീസിലെല്ലാം തന്നെ കോക്കനട്ട് പാം, അതായത് തെങ്ങ്
പ്രസൻ്റ് ആണ്. ഇനി പസഫിക് ഐലൻഡ്സിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് വെജിറ്റബിൾ ഫാറ്റ് ആൻഡ് കയർ ഫൈബർ, അതായത് ചകിരി അതുപോലെ കോക്കനട്ട് ഫാറ്റ് നമ്മുടെ വെളിച്ചെണ്ണയുടെ മേജർ സോഴ്സ് ആണ്. Then plant is cultivated in India, Sri Lanka, Philippines, West Indies, Indonesia. ഇതുപോലെയുള്ള കുറേ രാജ്യങ്ങളിൽ ഈ ഒരു പ്ലാന്റിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം കോസ്റ്റൽ റീജിയൻസ്, തീരപ്രദേശങ്ങളിലാണ് ഉണ്ടാവുന്നത്. മെയിനായിട്ട് കേരളം, അതുപോലെ തമിഴ്നാടു, കർണാടക, ഗുജറാത്ത്, വെസ്റ്റ് ബംഗാൾ, ഇവിടൊക്കെ കോക്കനട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് യൂസസ് ആണ്. നമുക്കറിയുന്നതാണ് കോക്കനട്ട് ഓയിൽ ഈസ് യൂസ്ഡ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് വേരിയസ് ഫുഡ് ഐറ്റംസ് ആൻഡ് ഓൾസോ ആസ് എ കൺഫെക്ഷണറി. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഹെയർ ഓയിൽ ആൻഡ് ലൂബ്രിക്കൻ്റ്, ലൂബ്രിക്കൻ്റ് ആയിട്ടും അതുപോലെ തലയിൽ തേക്കുന്ന എണ്ണയൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇൻ ദി മാനുഫാക്ചർ ഓഫ് സോപ്പ്, ഷാംപൂ, ഷേവിംഗ് ക്രീംസ് എക്സെട്ര. ദെൻ കോക്കനട്ട് ഹസ്ക് ഈസ് യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് ഫൈബർ ആൻഡ് കയർ. നമ്മൾ കയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ചകിരിയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ടൊഡി ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ടാപ്പിംഗ് ദി യങ് ഇൻഫ്ലോറസൻസ്. തെങ്ങിൽ നിന്നാണ്, നമുക്ക് തെങ്ങിൻ്റെ കൂമ്പിൽ നിന്നാണ് ടൊഡി, അതായത് കള്ളുണ്ടാക്കുന്നുണ്ട്. ദെൻ ട്രങ്ക് ഈസ് യൂസ്ഡ് ഇൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് ഹട്ട്സ് ആൻഡ് ലീവ്സ് ഫോർ ദി താച്ചിങ് റൂഫ്സ്. നമുക്കൊക്കെ അറിയാം തെങ്ങിൻ്റെ ഓല യൂസ് ചെയ്തിട്ട് വീടുകൾക്കൊക്കെ മേൽക്കൂര ഉണ്ടാക്കാം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ഓയിൽ ഈൽഡിങ് പ്ലാന്റ്സിൽ അതിൽ പറയുന്നത് കോക്കനട്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്.